കടയിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ, കോട്ടൺ ആണ്. പിന്നെ 2 പോക്കറ്റ് ഉണ്ട്, 2 സൈഡിൽ 2 നല്ല കുട്ടി സ്ലിറ്റ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ചാടി വീണ് മേടിച്ചതാണ്. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് നനച്ചൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഇപ്പം ഇടുമ്പോൾ എനിക്കെന്തോ ഒരു നൈറ്റ് ഇട്ട പോലത്തെ ഒരു ഫീലിംഗ്. അപ്പോൾ ഇങ്ങനെ ഒരു ട്യൂബ് പോലെ തോന്നുന്ന ഒരു ഡ്രസ്സുകൾക്ക് നമുക്ക് കുറച്ചൊരു ഷേപ്പ് ഒക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്ത് കുറച്ചൊന്ന് കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും. അപ്പൊ എന്തായാലും നമ്മൾ ഇതിനെ ഒന്ന് തട്ടിക്കൂട്ടി വേറൊരു മോഡലാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോകാം. ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു പോക്കറ്റ് ഫ്ലീറ്റ് ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സ്കേർട്ടിൻ്റെ പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ഫ്ലീറ്റ് ഞാനിങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രണ്ട് പീസിൽ കുറച്ച് എക്സ്ട്രാ വരുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു സിംഗിൾ ഫ്ലീറ്റ് കൊടുക്കാണ്ട് 2-3 കുഞ്ഞു ഫ്ലീറ്റ് അവിടെ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ് അത്യാവശ്യം എനിക്ക് ഫുൾ ലെങ്ത് തന്നെയാണ്. അപ്പോൾ എനിക്ക് അത്രയും വേണ്ട. അപ്പോൾ ഞാനതിൽ നിന്ന് കുറച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പം ഇതിൻ്റെ നെക്ക് ഭയങ്കര ഇടുങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൊരു പീസ് എക്സ്ട്രാ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലും അഡീഷണൽ ഡിസൈൻ പോലെ ഇങ്ങോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ നെക്കിൽ ജോയിൻറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ലീവ്സിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ പീസൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നെക്കിനോടൊപ്പം അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളറിലുള്ള ഒരു ചെറിയ ഒരു ലേസാണ് എടുത്തിരിക്കുന്നത്. ഈ ലേസിനോടൊപ്പം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്. ഇതിൽ ഒരു മുത്ത് ഓൾറെഡി അതിൻ്റെ ആ സ്റ്റോൺ ഇളകിപ്പോയതാണ്. അപ്പോൾ എന്തായാലും ഇതെന്തെങ്കിലും റീയൂസ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടി സെൻറ്ററിലേക്ക് ഇങ്ങനെ കൊടുക്കാം. ആദ്യം നമുക്ക് ലേസ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പുറമേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അകത്തേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. ഞാൻ ലേസ് ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 ഭാഗവും നമുക്കിങ്ങനെ ഉള്ളിലേക്ക് മടക്കി ഇങ്ങനെ സപ്പോർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഉള്ളിലൊരു ചെറിയ പാച്ചും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സ്ലീവിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പീസിൻ്റെ 4 സൈഡും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ സെൻറ്ററിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതും കൂടി അതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് സെൻറ്ററിലൊരു ഗ്യാപ്പ് വരുന്ന വിധത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ക്ലോസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെനിക്ക് അത്യാവശ്യം ലൂസ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും 2 ടക്ക് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സ്കേർട്ടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ആ ഫ്ലീറ്റ് ഓപ്പൺ ചെയ്ത ഭാഗത്ത് കുറച്ചിങ്ങനെ ഒരു ചരിവുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് 3-4 കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റുകൾ ഇട്ട് കൊടുക്കാം. പിന്നെ ബോഡി ഭാഗത്ത് വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ പീസസ് ജോയിൻ ചെയ്യുവാണെങ്കിൽ ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് നമ്മളൊരു 1/2 ഇഞ്ച് ചരിച്ച് വെട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെയും ഞാനങ്ങനെ ഒന്ന് ചരിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബോഡി സ്കേർട്ടിനോടൊപ്പം ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ബാക്കി കുറച്ച് ലേസ് ഉണ്ട്, അത് ഞാൻ ഈ സ്ലീവിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേസ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ഉള്ളിൽ നിന്നാണ് ആദ്യം ലേസ് അറ്റാച്ച് ചെയ്യുന്നത്. അതിനുശേഷം പുറത്തേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കുറച്ച് ഓറഞ്ച് ഭാഗം ലേസിന് താഴെ കാണുന്ന വിധത്തിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് ഭാഗത്ത് ലേസിൻ്റെ ഷോർട്ടേജ് വന്നു, എന്നാലും ഞാൻ അതിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി പോർഷനിൽ വരുമ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ബെൽറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ലൂപ്പൊക്കെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബെൽറ്റ് കൊടുക്കുന്നത് കാരണം ഇതിനോടൊപ്പം ഇനിയിപ്പോൾ ഈ ബട്ടണും കൂടി വരുമ്പം കുറച്ച് ഓവർ ബ്ലാക്ക് എടുത്ത് അറിയുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഞാനിവിടെ ബട്ടൺ വേണ്ടാന്ന് വെക്കുന്നുണ്ട്. പിന്നെ ഇട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇതിനോടൊപ്പം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ബെൽറ്റ് ഇങ്ങനെ ഫാബ്രിക്കിൻ്റെ ബെൽറ്റ് വരുന്നതാണ്. ഇപ്പോൾ ഇത് ഓൾറെഡി എൻ്റെ അടുത്തുള്ളത് കാരണം ഞാൻ പിന്നെ ഇതെടുത്തു. ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ വെറുതെ ഫാബ്രിക് വെച്ചിട്ട് ഒരു ബ്ലാക്ക് ബെൽറ്റ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്തും എടുക്കാം. അപ്പോൾ ഞാൻ ഇതിങ്ങനെ സെപ്പറേറ്റ് ആകുമ്പോൾ നമുക്ക് ഇതെല്ലാത്തിനും യൂസ് ചെയ്യാം. അത് കാരണം ഇതിങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനോടൊപ്പം പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 ഹാൻഡ് മെയ്ഡ് ബീഡഡിൻ്റെ ഇയറിങ്സും എടുത്തിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ട് കിട്ടുമ്പോൾ കുറച്ച് വൃത്തിയുണ്ട്. ഇനിയിപ്പം ബട്ടണുകൾ വെക്കുമ്പോൾ കുറച്ച് ഓവർ ആഡംബരമായി പോകുന്നു മതി. ഇതിൻ്റെ പകരം ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ബെൽറ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ ഇങ്ങനെ 2 ലൂപ്പ് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബെൽറ്റ് ഏതെങ്കിലും ഇടാം. ഞാൻ അതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് വരുന്ന രീതിക്ക് അങ്ങനെ ഇവിടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ സ്ലിറ്റ് ഞാൻ ക്ലോസ് ചെയ്തിട്ടില്ല, പകരം അടിയിൽ ഞാനൊരു പ്ലാസോ ഇട്ടിട്ടുണ്ട്. പ്ലാസോ എസ്കേർട്ടോ എന്തുവേണമെങ്കിലും ഇടാം. അപ്പോൾ അങ്ങനെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. വലിയ മോശമില്ലാണ്ടൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരിക്കലും ബൈ ബൈ.